ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവൻ അറിയുന്ന കാര്യങ്ങളൊക്കെ രാജീവിൻ്റെ അടുത്ത് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ, ആ ആഗ്രയിലെ കാര്യം ലീക്ക് ഔട്ട് ആവാൻ ഒരു സാധ്യതയില്ലാന്ന്. അപ്പോൾ തന്നെ ശിവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവന് ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതികാരമാണോ വൈജയോട് തീർക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ രാജീവനും അത് തന്നെ തോന്നുകയാണ് കേട്ടോ. അതേതായാലും വിടാം. ഇപ്പോൾ ആ വീട്ടിലിരിക്കുന്ന ആ പെണ്ണിനെ പറഞ്ഞു വിടാൻ പറ്റിയ നല്ല അവസരമാണ്. ബാലചന്ദ്ര ഏതായാലും ഹോസ്പിറ്റലിലാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാൻ അവസരവും ഇല്ല. ഇപ്പൊ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള നല്ലൊരു ചാൻസാണ്. അത് ഞാൻ കമലയെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാന്ന് പറയാൻ കേട്ടോ രാജീവന്റെ അടുത്ത്. അങ്ങനെ ശിവനാണെങ്കിൽ കമലയെ വിളിച്ചിട്ട് കമലയോട് കടപ്പാട്ടൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ കമല ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തായി വൈജയുടെ അവസ്ഥ എന്നൊക്കെ. എല്ലാം ഡോക്ടേഴ്സ് നോക്കിക്കോളും, നീ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യാവോ? നീ കടപ്പാട്ടൂരിക്ക് മക്കളെയും കൂട്ടി വിട്ടോ, അവിടുത്തെ മക്കളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ മറ്റാരും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഇവിടുത്തെ കാര്യം എന്താവും എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യം നോക്കാൻ ഞാനുണ്ട്, മനു ഉണ്ട്, രാജീവനും അങ്ങോട്ടേക്ക് വന്നേക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ കമല പറയുന്നത്. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിട്ടോളാം എന്ന് പറഞ്ഞ ഹരിയെ വിളിക്കുകയാണേ. അങ്ങനെ നമ്മുടെ ഹരി നേരെ വിളിക്കുന്നത് രോഹിത്തിനെ ആയിരിക്കും. അപ്പോൾ നീ അവിടെ ഉണ്ടോ? അവിടെ നിന്ന് എങ്ങോട്ടും പോലെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോൾ രോഹിത്ത് ചോദിക്കൂട്ടോ, ഞങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെയാന്ന്? ഞാനും അമ്മയും കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും കൂടെ വരും എന്ന് പറയുമ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ടോ, എന്താ കാര്യം, എന്താ ഉദ്ദേശം എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ അലീന പറയുന്നത് കേട്ടല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയും, അവളുടെ വാക്ക് ആര് കേൾക്കാനാ, ഞാൻ ഏതായാലും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യുമെന്നും ബബിതയും അവളുടെ വാക്കുകളൊന്നും കേൾക്കത്തില്ല, കേൾക്കുന്നത് വെറും കൃഷ്ണയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട് കേട്ടോ, ഞാനും അമ്മയും അങ്ങോട്ട് വന്നാലേ ആദ്യം അവളുടെ ഭരണം അങ്ങ് പൊളിക്കും, പിന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവിടെ നടപ്പാകൂ എന്ന്. അപ്പൊ രോഹിത് പറയും, അത് നല്ലൊരു ഐഡിയ, പിന്നെ നമുക്ക് വേറൊരു ഐഡിയയും കൂടെ ചെയ്യാം, അവളെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാം, പാലയിൽ നിന്ന് നാട് കടത്താം എന്നൊക്കെ പറയും. അത് നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറയട്ടോ രോഹിത്. ഏതായാലും അങ്കിൾ അവിടെ ഇല്ലല്ലോ, അങ്കിൾ ആൻറ്റിയുടെ അടുത്തല്ലേ, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ അങ്കിളിന് സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ അവളെ നാട് കടത്താലോ എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തും അത് എഗ്രി ചെയ്യാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് വൈജയന്തിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഒരു കൂസലും ഇല്ലാതാണ് പറയുന്നത്, വൈജയന്തി മാഡത്തിന് ആക്സിഡൻറ്റ് പറ്റാനോ എന്ത് തന്നെ പറ്റിയാലോ അവർ എണീറ്റ് വരും ചേച്ചി, പേടിക്കണ്ട എന്ന് പറയുമ്പോൾ തമാശയല്ല, അവർക്ക് സീരിയസ് ആണെന്നാ കേട്ടത് മോളെ, ഡിവൈഡറിൽ ഇടിച്ച് കാറ് മറിക്കുകയായിരുന്നു, കാലും കൈയൊക്കെ പൊട്ടി എന്നാ കേട്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് സാരല്ലേ ചേച്ചി, ഒന്നല്ല 10 തവണയെങ്കിലും അവർ എണീറ്റ് വരും, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയട്ടോ രേവതിക്കുട്ടി. പിന്നെ നമ്മുടെ രേവതിക്കുട്ടി പറയും, ഏതായാലും ചേച്ചിക്ക് പണിയായല്ലോ, കൈയും കാലൊക്കെ ഒടിഞ്ഞാല് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് കെയറിങ് വേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നന്നായിട്ട് നോക്കും, എൻ്റെ സ്വന്തം അമ്മയല്ല എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അമ്മയെയും മോളെയും ഒരുമിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ ഒരു വഴിയായിരിക്കും കണ്ടെത്തിയിരിക്കുന്നത്, ഓൾ ദി ബെസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരിയും കമലയും കൂടെ കടപ്പാട്ടൂര് വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ രോഹിത് ആയിരിക്കും കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവരകത്തേക്ക് കിടക്കുമ്പോഴേക്കും ബബി അവിടെ എത്തുകയാണ്. അപ്പോൾ വൈജയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയോ എന്നുള്ളതൊക്കെ, അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കമല. എന്നിട്ട് ചോദിക്കും, അലീന എന്തേ എന്നുള്ള കാര്യം. എനിക്കറിയില്ല, അടുക്കളയിൽ കാണും എന്ന് പറയുമ്പോൾ നമുക്കേ അവളെ ഇന്ന് വലിച്ച് പുറത്തേക്ക് ഇടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബബി പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും നടക്കത്തില്ല ആൻറ്റി, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നു, അച്ഛൻ ഇനി 2 ദിവസം കഴിയാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, വൈജ അവിടെ സീരിയസ് ആയിട്ട് കിടക്കുവല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ബാലേന്ദ്രൻ നേരം ഉണ്ടാവില്ല എന്ന് പറയും. ഇനി ഇവൾ പോയി കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അതൊന്നും നടക്കത്തില്ല ആൻറ്റി, അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന്, അത് നമുക്ക് പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് അവളെ വിടാ എന്ന് പറയാൻ കേട്ടോ കമല. അപ്പോഴും ബബി പറയുന്നുണ്ട്, അതൊന്നും നടക്കത്തില്ല ആൻറ്റി, അച്ഛൻ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും, നിങ്ങൾക്കും അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ ബബിയോട് പറയും, നിങ്ങളൊന്നും ഇതിൽ ഇടപെടണ്ട, ഞാനും ഹരിയുമായിട്ട് ആയിക്കോളാം, പിന്നെ ബാലേന്ദ്രൻ ഞങ്ങളോട് പ്രശ്നത്തിന് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കാണത്തില്ലല്ലോ, കൊല്ലപ്പള്ളിയിലേക്ക് പോകത്തില്ലേ, അവിടെ ഒരു പ്രശ്നത്തിന് വരുവാണെങ്കിൽ അവിടെ രാജീവും ശിവേട്ടനൊക്കെ ഉണ്ടല്ലോ, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നീട് ബബി പറയുന്നുണ്ട്, കൃഷ്ണമോള് അവളെ സൂക്ഷിക്കണം, അവള് അലീനയുടെ പക്ഷത്താ എന്ന് പറയുമ്പോൾ അവളെ ഇങ്ങ് വിളിക്ക്, നമ്മുടെ പക്ഷത്തേക്ക് ചേർത്താൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ രോഹിത്തിനോടും ബബിയോടും കമല. ഇത് കേൾക്കുന്ന രോഹിത് പറയുന്നുണ്ട് കേട്ടോ, അവളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം, നമുക്ക് മടക്കി ഒന്ന് കൊടുത്താൽ മതി, അവള് മൂങ്ങി റൂമിൽ തന്നെ ഇരുന്നോളും എന്ന് പറയുമ്പോൾ ബബി പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും നടക്കത്തില്ല, അവള് ഫോൺ വിളിച്ച് അച്ഛനെ വിളിച്ച് പറയുന്നത്, ഏതായാലും നീ അവളെ വിളിച്ച് വാ എന്ന് പറയാണ് കമല. അങ്ങനെ ബബി
കൃഷ്ണയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബബി കൃഷ്ണയെ വിളിച്ച് വലിച്ചൊക്കെയാണ് വരുന്നത്. അവിടെ കമലയുടെ അടുത്ത് എത്തുമ്പോൾ പറയും, വൈജയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായ സ്ഥിതിക്ക് ഇവിടെ ഭരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് കമല പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഭരിക്കാനാണോ കമലാൻ്റെ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ ആരും ഭരിക്കാൻ നോക്കണ്ട, അതിനുള്ള യോഗ്യത ഇവിടെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കും രോഹിത് പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, എടി നീ ആരോടടി സംസാരിക്കുന്നത്, ഒറ്റ അടി തന്നാലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ, എന്നെ അടിച്ചാൽ ഞാൻ അച്ഛൻ്റെ നിന്ന് വാങ്ങിത്തരുമെന്ന്. അപ്പോഴേക്ക് രോഹിത് പറയുന്നുണ്ട്, ആ അച്ഛൻ കാരണം അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ കൃഷ്ണ ചോദിക്കും, ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ കമല പറയും, അതാണ് സത്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഭയങ്കര ബഹളമായിരുന്നു. അതിനിടയ്ക്ക് വൈജയ്ക്ക് ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. എന്നിട്ട് അവളെ പുറത്താക്കി വാതിലടച്ച് പൂട്ടിയപ്പോഴാണ് അവൾ കരഞ്ഞുകൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് കാറുമായിട്ട് വന്നത്. കണ്ണീരുള്ളത് കൊണ്ട് കണ്ണ് കാണാതെ ഡിവൈഡറിൽ തട്ടി ഇടിച്ച് കാറ് മറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോള് പറയും, ഇതൊക്കെ ആര് പറഞ്ഞതാ ആൻറ്റിയോട്? അമ്മയ്ക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഈ വീട്ടിലും റോട്ടിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കമലയ്ക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോഴേക്ക് ഹരി വന്നിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഹരിയേട്ടനുള്ളത് അച്ഛൻ തന്നോളും, അച്ഛനൊന്നിങ്ങ് വന്നോട്ടെ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ കയറണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പാസ് വേണം ബാലേന്ദ്രന് അങ്കിളിന് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ പറയും, രോഹിയേട്ടാ, ഇവരെ നമ്മളെ സഹായിക്കാനോ അതോ ദ്രോഹിക്കാനോ ഇങ്ങോട്ടേക്ക് വന്നത്? സാധാരണ ഒരു അപകടം പറ്റിയാൽ സഹായിക്കാനല്ലേ എല്ലാവരും വരുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാട്ടോ കൃഷ്ണ. അപ്പോഴും ഹരി കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ കൃഷ്ണ പറയും, ഇവിടെ എന്തെങ്കിലും തെമ്മാടിത്തരം കാട്ടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറയും എന്ന് പറഞ്ഞിട്ട് സോഫയിൽ ചെന്നിരിക്കുക കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണയുടെ അടുത്തേക്ക് കമല ചെന്നിട്ട് പറയും, അവളെ താങ്ങുന്നതേ നീ അങ്ങ് നിർത്തിയേര് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ പറയും, ഓ പിന്നെ നിങ്ങളാരാ, ഇവിടുത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ആണോ എന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് ആകെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ.